ഈ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട ഒരു ആനിമേറ്റഡ് മൂവിയാണ് ചിക്കൻ ഫോർ ലിൻഡ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സ്റ്റോറി ആയാലും അതിന്റെ പ്രസന്റേഷൻ ആയാലും ക്യാരക്ടേഴ്സ് ആയാലും അവിടുത്തെ ഇവന്റ്സും എല്ലാം വളരെ കാമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ലിൻഡ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ചിക്കൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ചോദിച്ചാൽ അത്ര ഈസി അല്ല. ഈ ഒരു സ്റ്റോറിയിൽ അത് പറയുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി വളരെ സിമ്പിൾ ആണെങ്കിലും അതിന്റെ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ അടിപൊളിയാണ്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ സിറ്റുവേഷൻസ് ആയാലും അല്ലെങ്കിൽ ഈ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ വളരെ നൈസാണ്. എസ്പെഷ്യലി ആ ഒരു മൂവിയിലുള്ള ഓരോ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് നല്ലൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നുണ്ട്. അത്ര നൈസായിട്ടാണ് ഇവർ ആ ഒരു സ്റ്റോറിയും ആ ഒരു ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ആനിമേഷൻ സ്റ്റൈലും കുറച്ച് ഡിഫറൻ്റ് ആണ്. നമ്മൾ അധികം ഇതുപോലത്തെ ആനിമേഷൻ സ്റ്റൈൽ കണ്ടു കാണത്തില്ല. ഈ ഒരു മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് 2D ഹാൻഡ് പെയിന്റഡ് ആനിമേഷൻ സ്റ്റൈലാണ്. ഈ ഒരു സ്കെച്ച് ആയിട്ടുള്ള ആനിമേഷൻ സ്റ്റൈൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സോ ആ ഒരു സ്റ്റൈൽ ഓഫ് ആനിമേഷൻ ആണ് ഈ ഒരു മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല രസമാണ് കാണാനായിട്ട്. സോ എന്നാലും കണ്ടു നോക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ആനിമേഷൻ മൂവിയാണെന്ന് പറഞ്ഞ് കാണാതെ ഇരിക്കരുത്. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഈ ഒരു മൂവി തിയേറ്ററിലും കൂടിയാണ് കണ്ടത്. ആൻഡ് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ആ ഒരു ആനിമേഷൻ സ്റ്റൈൽ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. വളരെ നൈസാണ്. വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു 1 hour മാത്രമേ ഉള്ളൂ ഈ ഒരു മൂവിയുടെ റൺ ടൈം. സോ മിസ് ചെയ്യരുത്. സോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.